PR ടീമിന്റെ ഇഷ്യൂ കൊണ്ടും അവർക്കും സൈബർ അറ്റാക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം അവർക്ക് അത്രയും ദേഷ്യം വരുന്നത്. അനുമോളോട് അത്രയും ദേഷ്യം വരുന്നതിന്റെ റീസൺ അതായിരിക്കാം. കാരണം അനുമോളുടെ PR ടീം എന്ന് പറഞ്ഞത് അനുമോളെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, മറ്റുള്ള ആൾക്കാരെ തരം താഴ്ത്തി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പരക്കെ അഭിപ്രായമുണ്ട്. അത് മത്സരാർത്ഥികൾക്കിടയിലും ആ അഭിപ്രായം വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അനുമോളോടും ആ ദേഷ്യമുള്ളത്. കാരണം അനുമോളുടെ PR എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അനുമോൾക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാം. അവർ ക്ലാസ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അനുമോൾ നിൽക്കുന്നതും കരയുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും അനുമോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഓൾറെഡി PR ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അനുമോളോടെ ഡിസ്കസ് ചെയ്യാതെ അനുമോൾ പറഞ്ഞ ഒരു കാര്യം കള്ളത്തരവാ. അനീഷ് പറഞ്ഞ പോലെ 3 ദിവസം മുന്നെയാണ് മറ്റേ എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചതെന്ന് അനീഷ് പറഞ്ഞ പോലെയാണ് അനുമോൾ പറയുന്നത്. 3 ദിവസം മുന്നെയാണ് PR എന്നെ കണക്ട് ചെയ്തത്. അല്ല, എന്റെ അറിവിൽ അനുമോൾ PR കൊടുത്ത ആളുടെ അടുത്ത് അനുമോൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അനുമോള് ബിഗ് ബോസിലേക്ക് അനുമോളെ വിളിച്ച് അവര് ഒഫീഷ്യലായിട്ട് അനുമോൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്ത സമയത്തിന് മുന്നേ ആദ്യത്തെ വിളി വന്ന സമയം മുതൽക്ക് തന്നെ അനുമോളുടെ PR നിരന്തരം സംസാരിക്കുകയും ഗെയിംസ് പഠിക്കുകയും സ്ട്രാറ്റജിയൊക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടീസ് എല്ലാം പഠിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം അനുമോൾ കള്ളത്തരമാണ് പറയുന്നത്. 3 ദിവസം മുന്നേ ഒന്നുമല്ല അനുമോളുടെ PR-ന്റെ അനുമോള് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തത്. അത് അനുമോൾ പറയുന്നത് മുട്ടൻ ഡ്രാമയാണെന്ന കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് അനുമോള് ലക്ഷ്മിയെ പിടിച്ചിരുത്തിയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ലക്ഷ്മിയൊക്കെ റീ എൻട്രി ഒക്കെ ഓക്കെയാണ്. ലക്ഷ്മി ഒന്നും വെറുതെ അബദ്ധങ്ങളൊന്നും വിളിച്ച് പറയുന്നില്ല. ബാക്കി ഇതാണ് നമ്മൾ